പലരും വളരെ നേരത്തേക്ക് വന്നിരിക്കുന്ന ആളുകളുണ്ടാകാം. എപ്പോഴാ വന്നേ? 3 മണിയായപ്പോ എത്തി. 3 മണിക്ക് വന്നു. എത്ര വൈകിയാലും കണ്ടിട്ടേ പോകുള്ളൂ. നല്ല ഒരു രാഷ്ട്രീയ സഖാവായിരുന്നു. എല്ലാവരും കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു ആളാണ് സഖാവ് VS. പാർട്ടിക്ക് തീരെ ഒരു നഷ്ടമാണ് നമുക്കുണ്ടായിരിക്കുന്നത്. ആ വിയോഗത്തിൽ നമ്മൾ പങ്കുചേരുന്നു. എപ്പോഴാ വന്നേ? 3:30. ഇവിടെ ഇരിക്കുന്ന, അതായത് ഈ പന്തലിരിക്കുന്ന കൂടുതൽ ആളുകളും, അതായത് ഒരു 3 മണിക്ക് വന്നവരുണ്ട്, അതിനേക്കാൾ നേരത്തെ വന്ന ആളുകളൊക്കെ ഉണ്ട്. അവരെല്ലാം തന്നെ VS ഒന്ന് കണ്ടിട്ടേ പോളും തോന്നുന്നു. എപ്പോഴാ? 3 മണിക്ക്. VSന്റെ ഓർമ്മ, VSനെ നേരിട്ട് കണ്ടിട്ടുണ്ട്, ഒരുപാട് സ്വീകരണങ്ങൾ കൊടുത്തിട്ടുണ്ട്. VS വർക്കല പങ്കെടുത്ത എല്ലാ പരിപാടികളിലും പങ്കെടുത്തിട്ടുണ്ട്. പ്രസംഗങ്ങളൊക്കെ കേൾക്കാൻ പോവാണ്. പിന്നെ VSന്റെ പ്രശ്നം കേൾക്കണ്ടേ, പിന്നെ എല്ലാം ഇഷ്ടമാണ്. തലസ്ഥാനത്തോട് വിട പറയുമ്പോൾ കണ്ടിട്ടേ പോകും. അങ്ങനെയാണ്. അതായത് VSന്റെ ഒരു ജീവിതം നമുക്കറിയാം. ജനങ്ങൾക്കിടയിൽ നിന്നുകൊണ്ട് പ്രവർത്തിച്ച ഒരു നേതാവായിരുന്നു. അപ്പോൾ അവരോടൊപ്പം അങ്ങനെ പ്രവർത്തിച്ചത് കൊണ്ട് തന്നെ അവർക്ക് VSന് തിരിച്ചു കൊടുക്കാൻ കഴിയുന്ന, അവർ വിട പറയുന്ന സമയത്ത് തിരിച്ചു കൊടുക്കാൻ കഴിയുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് ഒരു ഉചിതമായ രീതിയിലൊരു യാത്രയപ്പ് എന്നുള്ളതാണ്. അത് പറ്റുന്ന രീതിയിലൊരു ആദരാഞ്ജലി അർപ്പിച്ചുകൊണ്ട് അവർക്ക് കഴിയുന്ന രീതിയിൽ ചെയ്യും എന്ന് തന്നെയാണ് പറയുന്നത്. നിരവധിയായിട്ടുള്ള, എന്തായാലും ഇവിടെ 100 കണക്കിന് ആളുകളാണ് ഇവിടേക്ക് വളരെ നേരത്തേക്ക് എത്തി ഇവിടെ ഇരിക്കുന്നത്. നേരത്തെ കണ്ടതുപോലെയൊന്നുമല്ല, കൈക്കുഞ്ഞുങ്ങളായിട്ടിരിക്കുന്ന നിരവധി ആളുകളൊക്കെ ഉണ്ട്. അവരൊക്കെ തന്നെ ഒരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെങ്കിൽ പോലും വളരെ സന്തോഷത്തോടു കൂടെ അങ്ങനെ ഇരിക്കുകയാണ്. എപ്പോഴാണ് നിങ്ങൾ വന്നേ? കുറച്ചു നേരമായി. ലേറ്റ് ആയാലും കണ്ടിട്ടേ പോകുന്നുള്ളൂ. മോൻ ആരെ കാണാനാ ഇരിക്കുന്നേ? മോനെ നെഞ്ചിലെ റോച്ചാപ്പൂനെ കാണാൻ വന്നിരിക്കുന്നു. എന്തേ? നെഞ്ചിലെ റോച്ചാപ്പൂനെ കാണാൻ വന്നിരിക്കുന്നു. ആണോ മോനെ? കൊച്ചു മക്കളൊക്കെ അതാ പറയുന്നത്. അച്ഛൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട് നെഞ്ചിലെ റോസാപ്പൂവിനെ കാണാൻ. അതാണ് ഓരോ കേരളീയൻ്റെ, അതൊരു പാർട്ടിക്കാരുടെ മാത്രമല്ല VS എന്ന് പറയുന്നത്. കേരളത്തെ അത്രത്തോളം VS സ്നേഹിച്ചു. മാത്രമല്ല പാർട്ടിയുടെയൊക്കെ അതിർവരമ്പുകളെ ലംഘിച്ചുകൊണ്ട് ആളുകൾക്കിടയിൽ ഇറങ്ങി പ്രവർത്തിച്ച ഒരു നേതാവായിരുന്നു VS. അതുതന്നെയാണ് ഈ VSനെ കാണാനായിട്ട് ഈ വൈകിയ സമയത്തും ഈ 10 മണിയോടെടുക്കുന്ന സമയത്തും ഈ കല്ലമ്പലം ജംഗ്ഷനിൽ ഇങ്ങനെ ആള് കൂടി നിൽക്കുന്നതിൻ്റെ ഒരു കാരണം ഇതാണ്. എല്ലാ കണക്കുകൂട്ടലും തെറ്റിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. നമുക്കറിയാം ജയിലിലൊക്കെ എത്രത്തോളം ക്രൂരമായ ഉപദ്രവങ്ങൾ ഏറ്റുവാങ്ങി മരിച്ചുപോയി എന്ന രീതിയിൽ ഉപേക്ഷിച്ചിട്ട് അവിടെ നിന്നും തിരിച്ചു വന്ന ഒരു നേതാവായിരുന്നു VS എന്നുള്ളത് നമുക്കറിയാം. അങ്ങനെ ഒരു നേതാവിനെ അപ്പോൾ ഇത്തരത്തിൽ തൻ്റെ മരണസമയത്ത് ആ ഒരു കണക്കൂട്ടലിൽ തെറ്റിക്കുക ഇല്ലാതെ പോകാൻ കഴിയില്ല. അപ്പോൾ എന്തായാലും 11:30-12 മണിയാകും കൊല്ലം അതിർത്തി കടക്കാനുള്ളതെന്നുള്ളതാണ് മനസ്സിലാക്കുകയാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആലപ്പുഴയിലേക്ക് ഒരുപക്ഷെ ഈ 11 മണിക്കൊക്കെ എത്തും എന്ന് പറഞ്ഞ് 11 മണിക്ക് എത്തേണ്ടിയിരുന്നത് രാവിലെ പുലർച്ചെയെങ്കിലും അവിടെ എത്തിയാൽ മതി എന്നുള്ളതാണ്. എത്ര വൈകിയാലും ഈ വന്നിരിക്കുന്ന ആളുകളെല്ലാം ഒരു നോക്ക് VSനെ കണ്ടിട്ട് മാത്രമേ പോകുന്നുള്ളൂ. ഈ വരുന്ന യാത്രയിൽ ആറ്റിങ്ങലിനോട് അടുക്കുകയാണ് ഇപ്പോൾ ആ വിലാപയാത്ര എന്ന് പറയുന്നത്. അപ്പോൾ ആളുകൾ പല സ്ഥലങ്ങളിലും മഴയുണ്ടായിരുന്നിട്ട് പോലും വശങ്ങളിൽ കയറി നിന്ന ആളുകളൊക്കെ വീണ്ടും അവിടേക്ക് വരികയും ഇത്തരത്തിൽ മഴ തോരുന്ന സമയത്ത് വീണ്ടും ഒരുമിച്ച് കൂടുകയും ചെയ്യും. VSനെ കാണാനായിട്ട് വന്നിരിക്കുകയാണ്. VS ഒരു വലിയൊരു വികാരമാണ്. അതെ, എങ്ങനെയാ ഒരു ഓർമ്മ എന്ന് പറയുന്നത്? എന്ന് പറയാനാണ് നമ്മുടെ പ്രസ്ഥാനത്തിന്റെ ഏറ്റവും നല്ല മാനുഷിക മൂല്യങ്ങൾ. അതാണ് ഏറ്റവും അദ്ദേഹത്തിനെ സംബന്ധിച്ച് മനുഷ്യത്വവും മാനുഷ്യ മൂല്യങ്ങളും സൂക്ഷിക്കുന്ന ഒരു നേതാവ്. പാർട്ടിക്ക് അതീതമായ ആളുകളെ, അതീതമായ വ്യക്തികളെ അല്ലെങ്കിൽ മനുഷ്യരെ കൂടെ നിർത്തിയ നേതാവ്. ഈ ജനകീയ വിഷയങ്ങളിലായിക്കോട്ടെ, പ്രധാനമായിട്ടും സ്ത്രീകളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളായിക്കോട്ടെ, അത് പെമ്പിള ഒരുമൈ സമരമായിക്കോട്ടെ, സൂര്യനെല്ലിയിലുണ്ടായ വിഷയമായിക്കോട്ടെ, എല്ലാ വിഷയങ്ങളിലും എപ്പോഴും, അതായത് ബാക്കി ആളുകൾ എന്ത് ചിന്തിക്കുമെന്നോ എന്ത് പറയുമെന്നോ ഒന്നും ചിന്തിക്കാതെ ഇരയോടൊപ്പം എപ്പോഴും ചേർത്ത് നിർത്തിക്കൊണ്ട് അതിലെ വേട്ടക്കാരന് കൃത്യമായ ശിക്ഷ നേടി കൊടുക്കുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടെ നിന്ന നേതാവായിരുന്നു VS എന്ന് പറയുന്നത്. അത് എല്ലാ കാലത്തും ഒരു 5 വർഷത്തിലധികമായി VS ഇപ്പോൾ പൊതുരംഗത്ത് സജീവമല്ല എങ്കിൽ പോലും ആളുകൾക്ക് VS എന്ന് പറയുന്നത്, അതായത് ഇവർ പലരും നേരിട്ട് കണ്ടിട്ടിപ്പോൾ വർഷങ്ങളാകുന്നു. അതുകൊണ്ട് തന്നെയാണ് ആ അന്ത്യയാത്രയിൽ ആ മൃതദേഹമെങ്കിലും ഒന്ന് കണ്ടിട്ട് മടങ്ങിപ്പോണമെന്നുള്ള ആഗ്രഹത്തോടു കൂടെ ഇവരെല്ലാം തന്നെ അത്തരത്തിൽ നിൽക്കുകയും ചെയ്യുന്നത്. എല്ലാ കണക്കൂട്ടലും തെറ്റിച്ചുകൊണ്ടാണ് വിലാപയാത്ര വരുന്നത്. തീർച്ചയായും എനിക്ക് തോന്നുന്നു ഇവിടെ ഒരു 11 മണിയോടടുത്താവും തോന്നുന്നു. അല്ലേ, ഒരു മണിക്കൂർ കൊണ്ടെത്താൻ സാധ്യതയുണ്ട്. ഇപ്പോൾ ഇവിടെ എത്തിയിട്ടുണ്ട്, പോരാണിയിൽ എത്തിയിട്ടുണ്ട്. 1 മണിക്കൂർ കൊണ്ട് എല്ലായിടം വലിയ രീതിയിലാണ്, വലിയ അപ്രതീക്ഷിതമായ രൂപത്തിലാണ് ആളുകൾ വന്നുകൂടിക്കൊണ്ടിരിക്കുന്നത്. ആളുകളെല്ലാം കാണിച്ചിട്ട് മാത്രമല്ലേ പോകത്തുള്ളൂ? തീർച്ചയായിട്ടും കാണാൻ ആഗ്രഹിക്കുന്ന മുഴുവൻ പേരെയും കാണിച്ചിട്ട് മാത്രമേ പോകുള്ളൂ. നേതാക്കന്മാരെല്ലാം കൂടെ ഉള്ളതുകൊണ്ട് എല്ലായിടത്തും നിർത്തി കാണുന്നവരെല്ലാം കാണാൻ അവസരം കൊടുത്താണ് വരുന്നത്. അതുകൊണ്ടാണ് ഇത്രയധികം താമസിക്കുന്നത്.
ഈ വിലാപയാത്ര അതായത് 2 മണിക്ക് ആരംഭിക്കുന്ന സമയം മുതൽ തന്നെ CPM ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള MA ബേബി ഉൾപ്പെടെയുള്ളവർ, സംസ്ഥാന സെക്രട്ടറി, മന്ത്രിമാർ ഉൾപ്പെടെയുള്ളവർ ആ വാഹനത്തിനുള്ളിലും വാഹനത്തെ അനുഗമിച്ചുമൊക്കെ വന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഈ ഒരു യാത്ര ഒരുപക്ഷെ എത്രത്തോളം പുലർച്ചെ ഇനി എപ്പോൾ അത് ആലപ്പുഴയിലേക്ക് VSന്റെ വീട്ടിലേക്ക് എത്തുമെന്നുള്ളത് മാത്രമാണ് ഒരു ചോദ്യമുള്ളത്. എപ്പോൾ എത്തിയാലും ഇനി കൊല്ലത്തേക്കൊക്കെ, അതായത് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ചിന്നക്കടയിലൊക്കെ 100 കണക്കിന് ആളുകളാണ് വൈകുന്നേരം മുതൽ അവിടെയുള്ള ആളുകളൊക്കെ വിളിച്ച് ചോദിക്കുന്നുണ്ട് എപ്പോഴായിരിക്കും VSനെ ഇവിടേക്ക് എത്തിക്കുക. അപ്പോൾ എപ്പോൾ അവിടെ എത്തുമെന്നുള്ളത് ഒരു ചോദ്യചിഹ്നമാണ്. പക്ഷേ തീർച്ചയായിട്ടും കാത്തു നിൽക്കുന്ന ആരെയും നിരാശപ്പെടുത്തില്ല എന്നുള്ള കാര്യം തന്നെയാണ് പാർട്ടിയുമായി ബന്ധപ്പെട്ട നേതാക്കളൊക്കെ വ്യക്തമാക്കുന്നത്. സൈഫുദ്ദീൻ. ശരി, മംഗലപുരത്തിനും ആറ്റിങ്ങലിനും ഇടയിൽ കോരാണിയിലാണ് നിലവിലെത്തിയതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അങ്ങനെയെങ്കിൽ ആറ്റിങ്ങലിലേക്ക് ഇനിയും എത്തിയിട്ടില്ല. ആറ്റിങ്ങലിൽ 2 ഇടങ്ങളിൽ പോയിന്റ് കാണുന്നു. 3 മുക്കിലും ഒപ്പം ആറ്റിങ്ങൽ ബസ് സ്റ്റാൻഡിലും പൊതുദർശനത്തിനുള്ള അന്തിമോപചാരം അർപ്പിക്കാനുള്ള അവസരമുണ്ട്. എന്ന് വെച്ചാൽ ഈ 2 പോയിന്റുകളിലും വാഹനം നിർത്തുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് കച്ചേരി നടയും ആലങ്കോടും കടുവയിലും കഴിഞ്ഞു വേണം ഇപ്പോൾ ലിജോ നിൽക്കുന്ന കല്ലമ്പലത്തേക്ക് എത്താൻ. എന്ന് വെച്ചാൽ ഒരു 7 പോയിന്റ് കഴിഞ്ഞ് വേണം കല്ലമ്പലത്തേക്ക് എത്താൻ. കല്ലമ്പലം കഴിഞ്ഞ് പിന്നെ നാവായിക്കുളം 28-ാം മൈലും കഴിഞ്ഞ് അവസാനത്തെ പോയിന്റ് ജില്ലയിൽ അതിർത്തി കടമ്പാട്ടുകോണം.